അങ്ങനെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സഞ്ജു സാംസൺ വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നു. ലോകത്തെമ്പാടുള്ള മലയാളികളും അതുപോലെ തന്നെ ലോകത്തെമ്പാടുള്ള ക്രിക്കറ്റ് ആരാധകരും ഒരുപോലെ സന്തോഷിക്കുന്ന നിമിഷം. ഈ സമയത്ത് നമ്മുടെ ശ്രീശാന്ത് സഞ്ജുവിന് മംഗളാശംസകളുമായിട്ടൊരു വീഡിയോ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ അതിന് പൊങ്കാലയായിട്ട് കുറേ ആൾക്കാരും ഇറങ്ങിയിരിക്കുന്നു. അത് ന്യൂസ് ആക്കാനും കുറേ ആൾക്കാർ. സംഭവം വേറെ ഒന്നുമല്ല, 2023 വൺ ഡേ വേൾഡ് കപ്പിന് സഞ്ജു സാംസണ് സെലക്ഷൻ കിട്ടാത്ത സമയത്ത്, അന്ന് സഞ്ജു നല്ല പ്രകടനം നടത്തിയിരുന്ന സമയത്തായിരുന്നു സഞ്ജു ഒരുപാട് ഇമ്പ്രൂവ് ആവണം, കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട് എന്നൊക്കെ രീതിയിൽ ശ്രീശാന്ത് ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അന്നേത് ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും സഞ്ജുവിന് വീണ്ടും സെലക്ഷൻ കിട്ടിയപ്പോൾ ശ്രീശാന്ത് ആശംസകളായി വന്നപ്പോഴാണ് ആരാധകർ ആ കേസൊക്കെ എടുത്തിട്ടാണ് ശ്രീശാന്തിനെ ട്രോളുകയാണ്. ഇപ്പോൾ ശ്രീശാന്തിന് പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സഞ്ജുവിന് വേൾഡ് കപ്പിൽ സെലക്ഷൻ കിട്ടിയതിൽ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ആളായിരിക്കും ശ്രീശാന്ത്. കാരണം സഞ്ജുവിനെ ഒപ്പം കൊണ്ടു നടന്ന ഒരു കുഞ്ഞനിയൻ്റെ പോലെ ഒപ്പം കൊണ്ട് നടന്ന് IPL വേദിയിലേക്ക് രാഹുൽ ദ്രാവിഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത് ശ്രീശാന്താണ്. ഇനിയിപ്പോൾ ശ്രീശാന്ത് സഞ്ജുവിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ട്വീറ്റ്, ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ട്വീറ്റ് ചെയ്തെന്ന് വെച്ചാൽ തന്നെ അത് ചെയ്യാൻ 100% അധികാരമുള്ള ആളാണ് ശ്രീശാന്ത്. അപ്പോൾ അതിന് പൊങ്കാലിടാൻ കുറേ ആൾക്കാരും അത് ന്യൂസാക്കി മാറ്റിയിട്ട് പബ്ലിസിറ്റി ഉണ്ടാക്കി വ്യൂസ് കൂട്ടാൻ കുറേ ചാനലുകളും. എന്ത് തന്നെയായാലും നമ്മുടെ മലയാളികളുടെ മുത്ത്, ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ മുത്ത് സഞ്ജു സാംസൺ കളിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഈ വർഷം ഇന്ത്യ വേൾഡ് കപ്പ് കൊണ്ടുവരട്ടെ എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.